അപ്പം നല്ല രാത്രിയായിട്ടാ. അപ്പോഴാണ് എൻ്റെ കെട്ടിയോന് സുന്ദരനാവാൻ ഒരു ഫേഷ്യൽ ചെയ്യാനൊരാഗ്രഹം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു ക്ലെൻസർ ഉണ്ട്, പിന്നെ ഒരു സ്ക്രബും. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഒന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അത് ബാക്ക് അടിക്കണം. കൊന്തേക്കളെ ഫേസ് നന്നായിട്ട് ഇട്ടാ മോനെ ഇടും പോലെ. അപ്പോൾ നമുക്ക് നോക്കാം, ഒച്ചയായിട്ട് നോക്കത്ത് തുടങ്ങിയല്ലോ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രബ് അറിയാവുന്ന പോലെ ചെയ്യാൻ കേട്ടോ. ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സ്ക്രബാണ് ഇതൂട്ടെ പോലെ ലാസ്റ്റ് ഇതൊക്കെ കളയണമെന്ന് പറഞ്ഞാൽ ഞാൻ കളയൂല. വോയിസൊക്കെ കളയും. ഇത് മ്യൂസിക് കൊടുക്കും. പക്ഷെ ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ മുഖം ഞാൻ ഫേഷ്യൽ ചെയ്യുന്നതാണ്. നമുക്ക് അപ്പോൾ നല്ല സെറ്റപ്പാക്കി ഫേഷ്യൽ ചെയ്ത് കിടത്തിയേക്കാം കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നോക്കാം ആളെങ്ങനെ ഉണ്ടെന്ന്. കഷണ്ടിയിലൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്. എടുത്ത് മാറ്റാം കേട്ടോ. കണ്ടു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി വാഷ് ചെയ്തോ നീറ്റോ ഉറങ്ങിയാ കഴുക് പറഞ്ഞേ മുഖം കാണാൻ ഓർത്തൊന്ന് മാറ്റോ. ആള് മാറിപ്പോയി. നല്ല വെളുത്ത് സുന്ദരനായിട്ടാ. വെളുത്തിട്ടുണ്ട്, നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്ക്, കണ്ണൂർക്ക് വെളുത്തിട്ടുണ്ട്. ഇവിടെ ഒപ്പിച്ചിരിക്കും ചെയ്യാ.